ഹലോ. വുഡൻ കട്ടിംഗ് ബോർഡ്സും അതുപോലെ തന്നെ പ്ലാസ്റ്റിക് കട്ടിംഗ് ബോർഡ്സും യൂസ് ചെയ്യുന്നവരാണെങ്കിൽ അത് മാറ്റേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഞാനും അതൊക്കെ തന്നെയാണ് യൂസ് ചെയ്തിരുന്നത്. ഈ ഇടയ്ക്ക് ഞാൻ ഈ ഒരു നല്ലൊരു ചേഞ്ച് ഉണ്ടാക്കി. അപ്പോൾ ഞാനിപ്പം സ്റ്റെയിൻലെസ് സ്റ്റീൽ കട്ടിംഗ് ബോർഡ്സ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പം വുഡൻ കട്ടിംഗ് ബോർഡ്സ് യൂസ് ചെയ്തിരുന്ന ഒരാളാണ് ഞാൻ. ഇതിൻ്റെ കുഴപ്പം എല്ലാവർക്കും അറിയാലോ. ഇത് റെഗുലറായിട്ട് വാഷ് ചെയ്താൽ പിന്നെ എത്ര തന്നെ മെയിൻറ്റെയിൻ ചെയ്താലും ചെറിയ ബ്ലൂ കളർ ബ്ലാക്ക് കളർ മോൾസ് ഒക്കെ ഉണ്ടാവും. അത് ഭയങ്കര ടോക്സിക് ആണ്. ഇതിൻ്റെ മുകളിൽ പിന്നെയും വെജിറ്റബിൾസും ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്താൽ ആ മോൾഡൊക്കെ അതിൽ കയറും. ഇതിൻ്റെ സൈഡിലൊക്കെ ചെറിയ മോൾസ് ആണെങ്കിൽ ബേക്കിംഗ് സോഡ ആൻഡ് വെനിഗറിൻ്റെ ഒരു പേസ്റ്റ് ഉണ്ടാക്കി, അല്ലെങ്കിൽ നാരങ്ങാ നീര് ഉപ്പിൻ്റെ പേസ്റ്റ് ഉണ്ടാക്കി നല്ലോണം സ്ക്രബ് ചെയ്തിട്ട് ചൂടുവെള്ളത്തിൽ ഇത് വാഷ് ചെയ്ത് വെയിലത്ത് വെച്ച് ഉണക്കണം. ഇനിയിപ്പം നിറയെ മോൾഡൊക്കെ ആണെങ്കിൽ ഇത് യൂസ് ചെയ്യരുത്, ഭയങ്കര ഹാംഫുൾ ആണ്. ഇത് അങ്ങോട്ട് കളയുക. പിന്നെ പ്ലാസ്റ്റിക് കട്ടിംഗ് ബോർഡ്സ് യൂസ് ചെയ്യാതിരിക്കുക. ഇതിൽ നൈഫ് വെച്ച് കട്ട് ചെയ്യുമ്പോൾ ചെറിയ മൈന്യൂട്ട് പ്ലാസ്റ്റിക് പാർട്ടിക്കിൾസ് ഫുഡിൽ കയറും. പിന്നെ ഇത് ഡിഷ് വാഷർ ഹൈ ഹീറ്റിലൊന്നും വാഷ് ചെയ്യാൻ പാടില്ല. ഇതൊക്കെ കൊണ്ടാണ് ഞാൻ സ്റ്റെയിൻലെസ് സ്റ്റീൽ കട്ടിംഗ് ബോർഡിലേക്ക് പോയത്. എന്തുകൊണ്ടും ഹെൽത്തി ചോയ്സ് ആണിത്. എൻ്റെ കയ്യിൽ 2 കട്ടിംഗ് ബോർഡ്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം മീറ്റിനും അതുപോലെ തന്നെ വെജിറ്റബിൾസിനും സെപ്പറേറ്റ് കട്ടിംഗ് ബോർഡ്സ് യൂസ് ചെയ്യുക. ഞാനൊരു 3 months ആയിട്ട് ഇപ്പം സ്റ്റെയിൻലെസ് സ്റ്റീൽ കട്ടിംഗ് ബോർഡ്സ് ആണ് യൂസ് ചെയ്യുന്നത്. ഞാൻ ഹാപ്പിയാണ്. അപ്പം ഇതിന് പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നുമില്ല, മോൾസ് ഒന്നും ഉണ്ടാവില്ല, ടോക്സിക് സംഭവങ്ങളൊന്നുമില്ല, കെമിക്കൽ ലീച്ചിങ് ഇല്ല, ഇത് തുരുമ്പ് പിടിക്കില്ല. അപ്പോൾ പ്രത്യേകിച്ച് കെയർ ഒന്നും ഇതിനില്ല. നമുക്ക് ഡിഷ് സോപ്പ് യൂസ് ചെയ്ത് ജസ്റ്റ് വാഷ് ചെയ്താൽ മതി, പെട്ടെന്ന് ഡ്രൈ ആയി കിട്ടും. ഇത് ഡിഷ് വാഷർ സേഫും ആണ്. ഹൈ ഹീറ്റിൽ ഇട്ടും നമുക്കിത് വാഷ് ചെയ്യാം. പിന്നെ ഇതിൽ കട്ട് ചെയ്യുമ്പം നൈഫ് സ്റ്റീലാണ്, കട്ടിംഗ് ബോർഡും സ്റ്റീലാണ്. അപ്പം ചെറിയൊരു സൗണ്ട് ഉണ്ടാവും. ഭയങ്കര ഹാർഡായിട്ട് കട്ട് ചെയ്യാതിരുന്നാൽ മതി. എനിക്ക് ഈ സ്റ്റീൽ സൗണ്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത ഒരാളാണ്. അപ്പം ഈ ഒരു സൗണ്ട് എനിക്ക് അത്ര കുഴപ്പമില്ല കേട്ടോ. ഇങ്ങനെ ആയിരിക്കും ഇതിൻ്റെ ഒരു സൗണ്ട്. ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഈ ഒരു കട്ടിംഗ് ബോർഡിൻ്റെ എഡ്ജസ് കണ്ടില്ലേ, ഫുൾ സ്റ്റീലാണ്. അതുകൊണ്ട് തന്നെ കുറച്ച് ഷാർപ്പാണ്. അപ്പോൾ നമ്മൾ അറിയാതെ കൈ തട്ടിയാൽ ചെറുതായിട്ടൊന്ന് മുറിയും കേട്ടോ. ചെറിയൊരു സ്ക്രാച്ച് ഉണ്ടാവും, വലിയ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇത് വാഷ് ചെയ്യുമ്പം സ്ലിപ്പ് ആവാതെ സൂക്ഷിക്കണം. പിന്നെ ഞാൻ വേറൊരു വെർഷൻ കണ്ടു. അതിൽ ഈ എഡ്ജസിൽ സിലിക്കോൺ കവറിങ് ഉണ്ട്. ഇങ്ങനെ ഇതാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. ഞാൻ മേടിച്ചപ്പം ഞാനിത് കണ്ടില്ലായിരുന്നു, അങ്ങനെയാണ് ഇത് മേടിച്ചത്. ഇനി മേടിക്കുമ്പം ഞാൻ ആ കവറിങ് ഉള്ളതേ മേടിക്കുള്ളൂ. പിന്നെ ഇത് ഡിഷ് വാഷർ സേഫാണ്. ഹൈ ഹീറ്റിൽ നമുക്കിത് വാഷ് ചെയ്യാം. ഇതൊരു ബ്രാൻഡ് പ്രൊമോഷൻ വീഡിയോ ഒന്നും അല്ല കേട്ടോ. ഒരു നല്ല കാര്യം നിങ്ങളോട് ഷെയർ ചെയ്തതേ ഉള്ളൂ. ഞാനിത് ആമസോണിൽ നിന്നാണ് മേടിച്ചത്. ടീമോ ആമസോണിലൊക്കെ അവൈലബിൾ ആണ്. സെർച്ച് ചെയ്ത് നോക്കൂ. ഇതൊരു ഹെൽത്തി ചോയ്സ് ആണ്. എൻജോയ്.